വെളുപ്പിന് 3:30 ചേട്ടൻ പുളിഞ്ചി ഉണ്ടാക്കണതാണ് ഈ കാണുന്നത്. ഇന്ന് തുലാമാണ്, തുലാത്തിലെ തിരുവോണം. നൈതികുട്ടൻ്റെ 1ാം പിറന്നാളാണ്. ഞാനൊരു 4:45 എണീറ്റത്. നൈതി പാല് കുടിച്ച് വരുന്നുണ്ടായില്ല. പിന്നെ കാളനുള്ളത് അടുപ്പത്ത് വെച്ച് വേഗം അടിച്ചു വാരി തുടയ്ക്കുക എന്ന് പറഞ്ഞാൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും കാളൻ്റെ ബാക്കി പരിപാടി നടത്തി. പിന്നെ ചേട്ടൻ എടുത്തു വെച്ച ഇഞ്ചിയിൽ ബാക്കി ഇരിക്കണോണ്ട് ഇഞ്ചി തൈരും വെച്ചു. പിന്നെ കൂട്ടുകറിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി തൊഴാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ നമുക്ക് നേരം കിട്ടില്ല. പിന്നെ തിരിച്ചു വന്നിട്ട് ബാക്കി സദ്യ പരിപാടിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. എത്ര പെട്ടെന്നാണല്ലേ അവനൊരു വയസ്സായത്, എത്ര പെട്ടെന്ന് സമയമൊക്കെ പോണേ. നമ്മളിപ്പോൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും വൈകുന്നേരമായി. ഞാൻ പറയും രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും രാത്രി കിടക്കാറായി. എന്തായാലും കുളിച്ചിറങ്ങി അമ്പലത്തിൽ പോയിട്ടുണ്ട്. എല്ലാത്തിലും എൻ്റെ ഒരു ഡ്രസ്സല്ല ഞാൻ ഇട്ട് കാണുന്നത്, വേറെ ഒന്നുമല്ല. ഞാൻ വണ്ണം വെച്ചുകൊണ്ടെങ്കിൽ ഒരു ഡ്രസ്സും പാകമല്ല. അപ്പോൾ ഞാൻ എന്തായാലും വണ്ണം കുറയ്ക്കാനായിട്ടുള്ള ഒരു ദൃഢനിശ്ചയം ഞാൻ എടുത്തു. എനിക്കില്ലാത്തൊരു കാര്യം കൺസിസ്റ്റൻസി, ഒട്ടും ഇല്ലാത്ത ഒരു കാര്യമാണ് എനിക്ക് ആഗ്രഹങ്ങൾ ഭയങ്കരമാണ്, പക്ഷേ കൺസിസ്റ്റൻസി എനിക്ക് പൊതുവേ കുറവാണ്. സാഹചര്യം കൊണ്ട് നമുക്ക് പറ്റാറില്ല, പക്ഷേ പറ്റുന്നില്ല എന്നൊരു വാക്ക് ഉപയോഗിക്കരുതെന്നാണ് എൻ്റെ ഒരു ഡിക്ഷണറിയിൽ ഉള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ നോക്കുന്നുണ്ട്. എനിക്ക് കൺസിസ്റ്റൻസി കിട്ടാനും കൂടി ഞാൻ പ്രവർത്തിക്കാൻ പോവുകയാണ് ഇനി. അപ്പോൾ നമ്മുടെ തട്ടകത്തിൽ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു വന്നിട്ട് ചേട്ടൻ പച്ചടിക്കുള്ള കാര്യം നോക്കുകയാണ്. പച്ചടി കിച്ചടി 2 സാധനങ്ങൾ സദ്യയിൽ ഞാൻ കഴിക്കാത്തൊരു സാധനമാണ്, പക്ഷേ ചേട്ടൻ നിർബന്ധമുള്ളതുകൊണ്ട് അത് ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞ് കാബേജിൻ്റെ ഇവിടെ സെറ്റാക്കിയിട്ട് ഞാനപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവന് ഫുഡ് കൊടുത്ത് പാലൊക്കെ കൊടുത്ത് സെറ്റാക്കുമായിരുന്നു. പിന്നെ വന്നപ്പോൾ പൊങ്ങ് കണ്ടപ്പോൾ ഞാൻ ചെറുപ്പകാലത്തേക്ക് ഒന്ന് പോയിട്ടോ. ചെറുപ്പത്തിലല്ല ഈ പൊങ്ങ് കാണുമ്പോൾ തല്ലാണിത് കിട്ടാൻ വേണ്ടി. എന്തായാലും നൈതികൂട്ടൻ കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ കുറച്ചെടുത്ത് അവന് കൊടുത്തു. അപ്പോഴേക്കും എൻ്റെ പരിപാടിക്ക് കിടക്കുന്ന നേരത്ത് ചെക്കൻ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ബാക്കിൽ. ഉറങ്ങില്ല രാവിലെ. നമ്മൾ കൂടെ കിടക്കണം. നമ്മൾ എനിക്ക് പോകുന്ന അവനും നമ്മുടെ കൂടെ എനിക്ക് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ അരിഞ്ഞു വെച്ച ഈ സാധനം ഉണ്ടല്ലോ, ഈ അരിയണ ആ ഒരു ഇതില്ലേ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ ഇരിക്കണേ കേട്ടോ. പക്ഷെ കൈ മുറിയണോണ്ട് അത് നമ്മൾ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ എവർ ടൈം മൈ ഫേവറേറ്റ് ഓലൻ. എവിടെ പോയാലും എന്ത് സദ്യ ഉണ്ടായാലും ഓലൻ നിർബന്ധമാണ് എനിക്ക്. ഞാനത് ഉണ്ടാക്കിയിരിക്കും, വേറെ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും. പിന്നെ അവിയൽ, കൂട്ടുകറി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പുളിഞ്ചിയൊക്കെ കുപ്പിയിലാക്കിയപ്പോഴേക്കും അങ്ങനെ 17 കൂട്ടം ഉണ്ടാക്കി ഡ്രസ്സൊക്കെ മാറി നമ്മൾ വന്നിട്ടുണ്ട് സദ്യ കഴിക്കാനായിട്ട്. അപ്പം ഇത്രയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പായസവും രസമൊക്കെ ഉണ്ടാക്കി ഗണപതിക്ക് വെച്ചു. അത് കഴിഞ്ഞ് നൈതികൂട്ടന് കൊടുത്തു. പക്ഷെ നൈതികൂട്ടൻ കഴിക്കുമെന്ന് ചോദിച്ചു, പക്ഷെ അവൻ കഴിക്കണില്ല. അവനിനി ശീലിപ്പിക്കണം കേട്ടോ. അവനൊന്നും കിട്ടിയ വായിലിടില്ല. അപ്പോൾ മിക്ക പിള്ളേരും വായിലുണ്ട്, പക്ഷെ ഇപ്പം ഒന്നും വായിലിടില്ല. അതുകൊണ്ട് തന്നെ ചോറും കഴിക്കണില്ല വായിലേക്ക്. കൈ തൊട്ട് ജസ്റ്റ് വെച്ചിട്ട് അപ്പം തന്നെ എടുത്തു. പിന്നെ ഞാൻ കൊടുക്കേണ്ടി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്യുക, അച്ഛൻ നീക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവൻ കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് എനിക്ക് തന്നെ പോവും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ശീലിപ്പിക്കണ നൈതിനെ കൈക്കെടുത്ത് കഴിപ്പിച്ചിട്ടോ. എന്തായാലും ഞാൻ അവസാനം എടുത്ത് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെയാണ് പിറന്നാൾ വിശേഷങ്ങൾ. പിറന്നാളെന്ന് പറയുമ്പോൾ നമുക്ക് സദ്യ ആണല്ലേ. നൈതികൂട്ടം ഇവിടെ കരഞ്ഞു തുടങ്ങി. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണാം. ബൈ.